ഇവിടെ നിന്ന് ഇറങ്ങി ഓടിപ്പോയത് ആരാണെന്നാണ് ചോദിച്ചത്. ഇവിടെ ആരുമില്ലായിരുന്നു. എന്നെ തട്ടുപോരുത്. ഞാനും ഒരു ഭാര്യയാണ്. വിവാഹശേഷം ഒരിക്കൽ പോലും എന്നോടൊത്ത് ശയിച്ചിട്ടില്ലാത്ത ഭർത്താവിന്റെ ഭാര്യ. സ്നേഹത്തോടെ ഒരു വാക്ക് പോലും ഭർത്താവിൽ നിന്ന് കേട്ടിട്ടില്ലാത്ത ഭാര്യ. സ്നേഹവും കിടപ്പും ഒക്കെ അതിനോട് നടത്തിയല്ലേ നീ? വിവാഹത്തിന് മുമ്പേ ഗർഭാലസിപ്പിച്ച നിന്നെ ഞാൻ സ്നേഹിക്കണം. നിന്റെ കൂടെ ഞാൻ കിടക്കണം. നീ നിന്റെ തന്തയും കൂടെ എന്നെ വഞ്ചിക്കായിരുന്നില്ലേ? ആരാരെയാണ് വഞ്ചിച്ചതെന്ന് നിങ്ങളുടെ മനസ്സാക്ഷിയോട് ചോദിക്കൂ. വിവാഹത്തിന് മുൻപ് ഞാൻ പിഴച്ചവളാണ്, ഗർഭാലസിപ്പിച്ചവളാണ്. അതിന്റെ വില വാങ്ങിയല്ലേ മൂത്ത് നിറച്ച് മൂക്കിൽ പല്ലുവന്ന് നിന്നിരുന്ന് നിങ്ങൾ 2 സഹോദരിമാരെ കെട്ടിച്ചയച്ചത്. അല്ലെങ്കിൽ ഗർഭാലസിപ്പിക്കാൻ പോലും നിവൃത്തിയില്ലാതെ അവർ നിങ്ങളുടെ വീട്ടിൽ തെറ്റുകൂട്ടുമായിരുന്നു. ഇന്ന് നിങ്ങൾ നിങ്ങളുടെ കുടുംബം അന്തസ്സോടെ കഴിയുന്നത് ഞാൻ ഗർഭാലസിപ്പിച്ചവളായതുകൊണ്ടാണ്. പണം കണ്ടപ്പോൾ അതിന് മീത് ആർത്തിയോടെ കമിഴ്ന്നു വീണ നിങ്ങൾ ഇന്ന് എന്റെ ചാരിത്രത്തിൽ പട്ടിയെ പോലെ കാണുന്നു. ഇനി നിന്നെ എന്റെ കയ്യിൽ കിട്ടുന്ന ദിവസം നിന്റെ അവസാനമായിരിക്കും. എടി തങ്കമ്മേ, നീ ഇതുവരെ ആട്ടി കഴിഞ്ഞില്ലേ? ബാക്കി ജോലികൾ ഒതുക്കി വെച്ചിട്ട്. ഓ, നിനക്കിവിടെ ഭയങ്കര ജോലിയല്ലേ? ഞാൻ അന്നേ പറഞ്ഞ ചുട്ടിത്തലയിലോട് എനിക്കിവിടെ വേലക്കാരി വേണ്ടെന്ന്. നോക്കിയിരിക്കാൻ നീ അങ്ങ് കഴിവാറടി. 3 നേരം മൂക്കുമുട്ട തിന്ന് ചെനിച്ചിരിക്കുന്ന കണ്ടില്ലേ അമ്മണിക്കുട്ട? ഒരു പന്ന കിളവി ചാവുകയില്ല, കട്ടിൽ ഒഴിയുകയില്ല, അഴുക്ക കിളവി. എന്താ അമ്മച്ചി? നീ അവിടെ എന്ത് ചെയ്യാറുണ്ടോ? ഞാൻ ഈ പുറം പറക്ക്, ഈ ചപ്പ് ചിപ്പ് പറക്കുക. ഞാനൊന്ന് പറഞ്ഞേക്കാം, മര്യാദയ്ക്ക് ജോലി ചെയ്യാൻ ആവെങ്കിൽ ഇവിടെ നിന്നാ മതി. അല്ല, എന്റെ ഒരു തലവിധിയെ മോളില്ലാഞ്ഞിട്ടാണോ മരുമോളില്ലാഞ്ഞിട്ടാണോ? കിളവി ചാവാതെ അവര് പടി അവട്ടത്തില്ല. നീ എന്താ പറയാ എന്ന് പറഞ്ഞിട്ടല്ലേ മരുമോൾ ഇവിടുന്ന് പോയത്? അവള് പോട്ടടാ, ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ആ അറുവാണിക്ക് പടി കയറ്റില്ല. വല്യമ്മച്ചി ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം പാവ ചേച്ചി വീട്ടിൽ കിടന്ന് ജാവത്തേ ഉള്ളൂ. എന്താ പറഞ്ഞത്? അല്ലമ്മച്ചി, അമ്മച്ചി ജീവനോട് ഇരിപ്പില്ലേ, അതുകൊണ്ടല്ലേ ചേച്ചി ഇങ്ങോട്ട് വരാത്തെ. രാവിലെ എന്താ ഇവിടെ കിടന്നൊരു ബഹളം? ഈ യന്ത്രം കാരണം എനിക്കിവിടെ ജീവിക്കണ്ട. വെറുതെ നീ എന്നെ കൈ മേടിക്കണ്ട ഞാൻ പറഞ്ഞേക്കാം. അപ്പൊ അമ്മയും മോനും കൂടെ ഐറ്റി മുന്നണിയാണല്ലേ? രാവിലെ വെറും വൈറ്റി എന്നെന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ. പറഞ്ഞാണ് എന്ത് ചെയ്യൂടാ? വൈകിട്ട് സ്മാൾ അടിക്കുന്ന കാര്യം ഞാൻ അമ്മച്ചോട് പറയും. നിങ്ങൾ ദയവായി എന്നെ ശല്യം ചെയ്യരുത്. ഞാൻ മറ്റൊരാളുടെ ഭാര്യയാണ്. അത് കള. കഴുത്തിൽ താലി അണിഞ്ഞ് പരപുരുഷന്മാരുമായി ശയിക്കുന്ന എത്രയോ ശീലാവധികൾ എനിക്കറിയാം. നിന്റെ കഴുത്തിലുള്ള ഇതിനൊക്കെ അതിൽ തൂങ്ങുന്ന പവന്റെ വില പോലും ഇല്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരക്കാരിയല്ല ഞാൻ. 2 കുട്ടികളുടെ അമ്മയാണ്. അതുകൊണ്ടിപ്പോ കുഴപ്പമൊന്നുമില്ല. വിശ്വസ്തയായ ഭാര്യ, അമ്മയുമായി, അതൊക്കെ വീട്ടിൽ. എനിക്ക് വേണ്ടി ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ്. അനാവശ്യം പറയരുത്. സിന്ധു, ഈ മോഹനെ നിനക്ക് അറിഞ്ഞുകൂടാ. ആഗ്രഹിച്ചൊന്നും തന്നെ നടക്കായിരുന്നു. കണ്ണത് വഷളാക്കരുത്. മോശം നിനക്ക, ഞാൻ പറഞ്ഞേക്കാം. മമ്മി എവിടെ? മമ്മി വരും മോനെ.
കുറ്റം എന്റെ കളിക്കായോ? നീ എന്താ കാത്തു വെക്കാരുന്നത്? എവിടൊക്കെ അന്വേഷണം അറിയാമോ? ചോദിച്ചു കേട്ടില്ലേ എന്താ കാത്തു വെക്കാഞ്ഞെന്ന്? അവിടെ നിൽക്കാൻ സമ്മതിക്കഴിഞ്ഞിട്ട് ആര്? ഒരു തെമ്മാടി. അവന് ഞാൻ അച്ഛയാവണമെന്ന്. ആരാണവൻ? നീ എന്നെ അറിയോ? അറിയാം. നീ സീത നമ്മുടെ പുതിയ ലെക്ചറർ കൊള്ളാല്ലേ? ആ, നീ ലെക്ചറിൽ പഠിക്കുന്നു. ആശാനെ, കുമാരി മിനുവിന്റെ പോക്ക് കണ്ടോ? ഓ, അവളുടെ നോട്ടം കണ്ട് നമ്മളെ കണ്ട് കടിച്ചു പറിച്ച് എടുത്തു പോലെയാ. നിനക്കൊന്നും അമ്മയും തൊന്നമാരും ഇല്ലേടാ? അമ്മയും പെങ്ങന്മാരൊക്കെ ഉണ്ട്. പക്ഷെ അവരോടൊന്നും ഇത്തരത്തിൽ പെരുമാറിക്കൂടാ. സാമൂഹ്യ വിരുദ്ധമല്ലേ? അതുകൊണ്ടാണ് വല്ലവന്റെയും പെങ്ങന്മാരെ പ്രയോഗിക്കുന്നത്. എടി, അന്ന് മുതൽ അയാൾ എന്നെ നിരന്തരം ശല്യം ചെയ്യാണ്. അത്രയ്ക്കായോ അവന്റെ തെമ്മാടത്തരം? നീ എന്തുകൊണ്ടും നേരത്തെ പറഞ്ഞില്ല? നിങ്ങളെ ഒരു വഴക്കിന് വിടരുതെന്ന് കരുതി അയാളെ പിന്തുണപ്പിക്കാൻ ശ്രമിക്കായിരുന്നു. ഇതുവരെ ഇനി വയ്യ. സാരമില്ല, നാളെ ഞാനും നിന്റെ കൂടെ വരാം. എന്തായി? തീരുമാനത്തിന് വല്ല മാറ്റമുണ്ടോ? ഓ, അവനെ കാര്യമാക്കണ്ട. കണ്ടിട്ട് മാന്യനും വിദ്യാഭ്യാസമുള്ളവനാണെന്ന് തോന്നുന്നു. നിന്നെ രക്ഷിക്കാനും കോടതി സാക്ഷി പറയാനൊന്നും അവന് കിട്ടില്ല. ഞാൻ അവസാനമായി യാചിക്കുന്നു, എന്നെ ശല്യം ചെയ്യരുത്. ഓ, അപ്പൊ നിന്റെ തീരുമാനത്തിന് മാറ്റമൊന്നുമില്ല. കുറയ്ക്കാതെ കാര്യം പറയടോ. എന്താ തനിക്ക് വേണോ? എന്റെ കാര്യം കഴിയട്ടെ. എടാ പട്ടി, ഇനി നീ ഇവിടെ ശല്യം ചെയ്താൽ നിന്റെ ചാഞ്ഞ അയാളോട് വഴക്കിടാൻ പോകണ്ടായിരുന്നു. പിന്നെ നിന്നെ അവന് വിട്ടുകൊടുത്ത് ഞാൻ കാവൽ നിൽക്കണം? അവനൊക്കെ ദുഷ്ടന്മാരാണ്, എന്തും ചെയ്യാൻ മടിക്കാത്തവര്. ഇത്തരം സന്ദർഭത്തിൽ മറ്റുള്ളവരെ എന്തിനും മടിക്കാത്തവരാവും. നീ നോക്കൂ, അവനെ ഞാൻ... അത് കഴിഞ്ഞില്ലേ? എന്തൊരു ദേഷ്യം ഇത്. പിന്നെ ഞാനിന്നലെ പറഞ്ഞത് മറന്നുപോയി. എന്താ? നാളെ നമ്മുടെ വിവാഹ വാർഷികമാണ്. ആഘോഷിക്കണം. 8 വർഷമായില്ലേ? ആഘോഷിച്ചൊക്കെ മതി. ആര് പറഞ്ഞു മതിയെന്ന്? ക്ഷേമമാക്കണം. രാവിലെ അമ്പലത്തിൽ പോണം, മക്കൾക്ക് തുണി വാങ്ങണം, അയൽവക്കത്തുള്ളവരെല്ലാം വിളിച്ച് നല്ലൊരു പാട്ട് നടത്തണം. അതൊക്കെ നാളത്തെ കാര്യല്ലേ? ഇപ്പൊ കിടന്ന് ഉറങ്ങാൻ നോക്ക്. ആ ലൈറ്റ് അണയ്ക്ക്. അണയ്ക്കാൻ തീർച്ചയായും. ഇപ്പൊ അണിക്കുന്നില്ല. ഇല്ലേ? ഇല്ല. നമുക്കെന്നും ആഘോഷമല്ലേ? ഈ ഒരു ആഘോഷമേ ഉള്ളൂ. ശരി, എന്നാ നാളെ ഒരു മഹോത്സവം തന്നെ സംഘടിപ്പിച്ചേരാം. എന്താ? പക്ഷെ ഇന്ന്